ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. ബുലൂഗുൽ മറാമിൽ നമ്മൾ കിതാബുൽ ജനായിസിൽ ഏതാനും ഹദീസുകൾ ഇവിടെ മനസ്സിലാക്കി അല്ലേ. നമുക്ക് ഏതാനും ക്ലാസ്സുകൾ തന്നെ കഴിഞ്ഞുപോയി. ഇനിയും ഏതാനും ഹദീസുകൾ ശേഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാ ഈ 6 ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് വഅൻ സാലിമിൻ അൻ അബി أنه رأى النبي صلى الله عليه وسلم وأبا بكر وعمر وهم يمشون أمام الجنازة. لا رواه الخمسة وصححه ابن حبان وأعله النسائي وطائفة بالإرسال. أين هذا؟ طيب. وعن سالم عن أبيه. آره حديث റിപ്പോർട്ട് സാലിം ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. ആരാണ് സാലിമിൻ്റെ പിതാവ്? വഅൻ സാലിമിൻ അൻ അബീഹി എന്ന് പറഞ്ഞാൽ ആരാ? സാലിമിൻ്റെ വാപ്പാരാ? സാലിമിൻ്റെ വാപ്പ അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ മകനാണ് സാലിം. അബ്ദുല്ലാഹിബ്നു ഉമറിന് ഉമ്മു വലദ് എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഉമ്മു വലദ്, അതിലുണ്ടായ കുട്ടിയാണ് സാലിം. ഹിജ്റയുടെ 106 ഈ സാലിം മരണപ്പെടുന്നത്. ഹിജ്റയുടെ 106. വളരെ പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ട് ഇമാം മാലിക് അദ്ദേഹത്തെ പ്രശംസിച്ച ഇതൊക്കെ കാണാൻ സാധിക്കും. തയ്യിബ്. സാലിം പറയാണ് വാൻ സാലിമിൻ അൻ അബീഹി. സാലിം ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണത്? വാപ്പ അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അന്നഹു റഅ, അന്നഹു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉമർ, റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, അബൂബക്കറിൻ അബൂബക്കറിനെ കണ്ടു, ഉമർ ഉമറിനെയും. എങ്ങനെ കണ്ടു? വഹും യംശൂന അമാമൽ ജനാസ. വഹും യംശൂൻ അവർ നടക്കുന്നവരായിട്ട്. എവിടെ? അമാമൽ ജനാസ, ജനാസക്ക് മുമ്പിൽ. അപ്പോൾ ജനാസയുടെ മുമ്പിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും നടക്കുന്നതായി അബ്ദുല്ലാഹിബ്നു ഉമർ കണ്ടു. ഇത് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞത് ആര് പറയാണ്? മകൻ സാലിം പറയാണ്. അപ്പോൾ ഈ ഹദീസ് എന്തിനാ ഇബ്നു ഹജർ കൊണ്ടുവന്നത്? ജനാസൻ്റെ മുമ്പിൽ നടക്കുക. ഫുഖഹാക്കൾക്കിടയിൽ ഒരു വിഷയമുണ്ട്. അതായത് ജനാസൻ്റെ മുമ്പിലാണോ നടക്കേണ്ടത്, ബാക്കിലാണോ നടക്കേണ്ടത്? അപ്പോൾ ജനാസൻ്റെ മുന്നിലാണ് നടക്കുന്നവർ നടക്കേണ്ടത്, വാഹനത്തിൽ പോകുന്നവർ ബാക്കിലാണ് വരേണ്ടത്. ഇതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞു ജനാസിൻ്റെ മുമ്പിൽ നടക്കാൻ പാടില്ല, ബാക്കിലാണ് നടക്കേണ്ടത്. എനിക്ക് കൊണ്ടത് ഹനഫികളുടെ പക്ഷം അതാണ്, ബാക്കിലാണ് നടക്കേണ്ടത്. മുന്നിലാണ് നടക്കേണ്ടത്. കാരണം ജനാസിൻ്റെ മുന്നിൽ നടക്കുന്നവർ അവർ ജനാസയ്ക്ക് വേണ്ടി ശുപാർശ പറയാനാണ്, ദുആ ചെയ്യാനല്ലേ പോണത്. അപ്പോൾ എപ്പോഴും ശുപാർശ പറയുന്നവരാണ് മുന്നിൽ പോകേണ്ടത്. ആർക്ക് വേണ്ടിയാണ് ശുപാർശ? അവർ ബാക്കിലാണ് വരേണ്ടത് എന്ന നിലക്കൊക്കെ ഫുഖഹാക്കൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഏതായാലും ജനാസിൻ്റെ മുമ്പിൽ നടക്കാം എന്നുള്ളതിന് ഈ ഹദീസ് എന്താണ്? തെളിവാണ്. മുന്നിൽ നടക്കാം എന്നുള്ളതിന് തെളിവാണ്. ഹദീസ് റവാവുൽ ഖംസ. ആരൊക്കെ? അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ വസഹഹഹു, ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇബ്നു ഹിബ്ബാൻ വഅഅല്ലഹു അൻ-നസായിയു വതായിഫ. ഇമാം നസായി മറ്റൊരു വിഭാഗം ആളുകളും ഇതിനൊരു ന്യൂനത പറഞ്ഞിട്ടുണ്ട്. അതാണ് അഅല്ലഹു, ഇതിനൊരു ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ബിൽ ഇർസാൽ, ഇത് മുർസലാണ് എന്ന്. മുർസലാണ് ശരിക്ക്, ഇത് മുർസലല്ല. അൽബാനി ഇതിന് 4ഓളം തരീഖുകൾ ഉണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് സഹീഹാണ് എന്ന് അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. അപ്പോൾ ഈ ഹദീസ് ജനാസിൻ്റെ മുന്നിൽ നടക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് മറുപടിയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതുകൊണ്ടാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് ഉമ്മു അത്തിയൻ്റെയാണ്. വഅൻ ഉമ്മി അത്തിയ്യത റളിയല്ലാഹു തആല അൻഹാ ഖാലത് നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ് വലം യഅസിം അലൈനാ വലം യുഅസിം വല യുഅസം. തമാം. യുഅസിം എന്നുണ്ടെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലം യുഅസം അലൈന. ആരെയും യാസിം എന്നില്ല. റമി അസിം അലൈന അങ്ങനെ വായിച്ചത് ഓർക്കുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി.
വാൻ ഉമ്മി അത്തിയ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു അത്തിയ നമുക്ക് വന്നതാണ് അല്ലേ. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ, അവരുടെ പേര് നസീബ എന്നാണ്, വിളിപ്പേരാണ് ഉമ്മു അത്തിയ അൽ അൻസാരിയ റളിയല്ലാഹു തആല അൻഹ. അവരിൽ നിവേദനം, അവർ പറയാണ് നുഹീന ഞങ്ങൾ വിരോധിക്കപ്പെട്ടു, നുഹീന ഞങ്ങൾ വിരോധിക്കപ്പെട്ടു. ആരായി ഞങ്ങൾ? ഉമ്മു അത്തിയ പറയാണ് ഞങ്ങൾ വിരോധിക്കപ്പെട്ട, നിങ്ങൾ സ്ത്രീകൾ വിരോധിക്കപ്പെട്ടു. എന്തിനെ തൊട്ട്? ഇത്തിബാഇൽ ജനായിസ്, ജനാസയെ പിന്തുടരുന്നതിനെ തൊട്ട്, ജനാസകളെ പിന്തുടരുന്നതിനെ തൊട്ട് ഞങ്ങൾ വിരോധിക്കപ്പെട്ടു. വലം യുഅ്സം അലൈന, വലം യുഅ്സം അലൈന എന്താ? വിലക്ക് ഞങ്ങളുടെ മേൽ കർക്കശമാക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. വിലക്ക് ഞങ്ങളുടെ നേരെ കർക്കശമാക്കപ്പെട്ടിട്ടില്ല. വലം യുഅ്സം അലൈന, ഞങ്ങളുടെ നേരെ വിലക്ക് കർക്കശമാക്കിയിട്ടില്ല. വലം യഅ്സിം എന്ന് വായിച്ചാൽ എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വിലക്ക് കർശനമാക്കിയിട്ടില്ല. വലം യുഅ്സം അലൈന എന്നാണ്, ഞങ്ങളുടെ നേരെ വിലക്ക് കർശനമാക്കപ്പെട്ടിട്ടില്ല. മുത്തഫഖുൻ അലൈഹി. എന്തിനാണ് ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? എന്തിനാ? സ്ത്രീകൾക്ക് പോകാന്നോ? അത് മനസ്സിലാക്കാനാ? സ്ത്രീകൾക്ക് ജനാസയിൽ അനുഗമിക്കാം, അത് വിരോധിക്കപ്പെട്ടതാണ്. നുഹീന ഞങ്ങൾ വിരോധിക്കപ്പെട്ട ഇത്തിബായിൽ ജനാസയെ അനുഗമിക്കുന്നതിന്. അപ്പോൾ സ്ത്രീകൾ ജനാസയോടൊപ്പം പോകാൻ പാടില്ല. അതിലെന്തുണ്ട്? നുഹീന എന്നാണ്, ഞങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു സഹാബി പറയാണ് ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ആ കൽപ്പന. അതേപോലെ നുഹീന ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിരോധം വന്നിട്ടുണ്ട്, ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ജനാസ അനുഗമിക്കുന്നതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉമ്മു അത്തിയ പറയണം. എന്നിട്ട് അവർ പറയണം വലം യുഅ്സം അലൈന, ഞങ്ങൾക്ക് നേരെ വിലക്ക് കർക്കശമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നഹിയുണ്ടല്ലോ, രണ്ട് രീതിയിൽ വരും. ഒന്ന് തൻസീഹിനും മറ്റൊന്ന് തഹരീമിനും തൻസീഹിനും. ഇവിടെ സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ്? ഹുക്കും ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഷാഫിഈകളും മാലിക്കികളും ഹംബലികളും പറഞ്ഞത് അത് കറാഹത്താണ്. അതിനവർക്കുള്ള തെളിവ് ഇതാണ്, വലം യുഅ്സം അലൈന, ഞങ്ങളുടെ നേരെ വിലക്ക് കർക്കശമാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വിലക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കറാഹത്താണെന്ന് പറഞ്ഞത്. ഹനഫികൾ തഹരീം ഹറാമാണെന്നാണ്, ഹറാമാണ്, സ്ത്രീകൾ ജനാസ അനുഗമിക്കൽ ഹറാമാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഇബ്നു ഹജർ ആരാ? ഇബ്നു ഹജർ ഏത് മദ്ഹബുകാരനാണ്? ഷാഫി മദ്ഹബുകാരനാണ്. വിലക്ക് ഹറാമല്ല, മക്രൂഹാണ് എന്നുള്ളതിനെ സ്ഥിരീകരിക്കും വിധമുള്ള തെളിവാണ് ഇബ്നു ഹജർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, വലം യഅ്സിം അലൈന. പക്ഷേ വിലക്ക് ഹറാമിനാണ് എന്ന് പല ഫുഖഹാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിതിന് പറഞ്ഞ മറുപടി എന്താ? ഈ ഭാഗത്തിന് വലം യഅ്സിം അലൈന അല്ലെങ്കിൽ വലം യുഅ്സം അലൈന, അത് ഉമ്മു അത്തിയയുടെ വീക്ഷണാണ്, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ വീക്ഷണാണ്. നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസകളെ അനുഗമിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്ത്? വിരോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസിൻ്റെ ഭാഗം. വലം യുഅ്സം അലൈന എന്ന വിലക്ക് ഞങ്ങളുടെ നേരെ കർക്കശമാക്കിയിട്ടില്ല എന്നുള്ളത് ആരുടെ വീക്ഷണ? ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ വീക്ഷണാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുക എന്നുള്ളത് എന്താണ്? പാടില്ലാത്തതാണ്. ഇതവർ മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമാണ്. അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തെ ഹദീസ് അബൂ സഈദിന്റെ ഹദീസ് അല്ലത്. വഅൻ അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു ഫമൻ തബിഅഹാ ഫലാ യജ്ലിസ് ഹത്താ തൂദഅ. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദിൽ ഖുദരിയിൽ നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ജനാസ, എന്നതിൻ്റെ അർത്ഥം ഇദാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ. ആരെ കണ്ടാൽ? അൽ ജനാസ, ജനാസയെ കണ്ടാൽ. ഫഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഫമൻ തബിഅഹ, വല്ലവരും ജനാസയെ അനുഗമിച്ചാൽ, ജനാസയെ പിന്തുടർന്നാൽ, ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ തൂദ, ജനാസ വെക്കപ്പെടുന്നത് വരെ, ജനാസ
വെക്കപ്പെടുന്നത് വരെ. അപ്പോൾ ഇവിടെ ഇതാ റഅയ്തുമുൽ ജനാസ, ജനാസയെ നിങ്ങൾ കണ്ടാൽ ഫഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് ഒന്നാമത്തെ ഭാഗം. ജനാസ മുസ്ലിമിൻ്റേതായാലും കാഫിറിൻ്റേതായാലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് ജനാസ കണ്ടാൽ. അതെന്തിനാ എഴുന്നേറ്റിക്കണ്? അത് ഹദീസിൽ റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നലിൽ മൗതി ഫസഅ, മരണത്തിന് എന്തുണ്ട്? ഒരു ഭീകരത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനാസ കണ്ടാൽ എഴുന്നേറ്റ് കിടന്ന് പറഞ്ഞത്. മരണത്തിൻ്റെ ആ ഗാംഭീര്യം, ഗൗരവം കണക്കിലെടുത്ത് ജനാസ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് കിടന്നാണ് പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇന്നലിൽ മൗതി ഫസഅ, അതേപോലെ തന്നെ ലിൽ മൗതി ഫസഉൻ, മരണത്തിന് എന്തുണ്ട്? ഒരു പേടിപ്പിക്കലുണ്ട്, ഒരു ഭീകരത ഉണ്ട്, ഗൗരവമുണ്ട്. അതുകൊണ്ട് ജനാസ നിങ്ങൾ കണ്ടാൽ ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ ആ ഹദീസ് പ്രകാരം എന്തിനാ ജനാസ കണ്ട എഴുന്നേറ്റിക്കണത്? മരണത്തിൻ്റെ ഗൗരവം ഓർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കലാണ്. ആ മരണം മരിച്ചത് ഇനി മുസ്ലിമായാലും അമുസ്ലിമായാലും രണ്ടാളുടേതും എന്താണ്? മരണമാണ്. ഫമൻ തബിഅഹ, വല്ലവരും ജനാസ അനുഗമിച്ചാൽ ഫലാ യജ്ലിസ്, ഇരിക്കരുത് ഹത്താ തൂള, ജനാസ വെക്കപ്പെടുന്നത് വരെ. അതെന്താ അറിയിക്കണത്? എന്താ അറിയിക്കണമെന്ന് പറഞ്ഞാണി. ജനാസിൻ്റെ കൂടെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇരിക്കാൻ പാടില്ല, ജനാസ വെക്കപ്പെടുന്നത് വരെ എന്നാണ്. അപ്പോൾ എവിടെ വെക്കപ്പെടുന്നത് വരെ? ഖബറിൽ വെക്കപ്പെടുന്നത് വരെയാണോ? അതല്ല, ജനാസ നിലത്ത് വെക്കപ്പെടുന്നത് വരെ എന്നാണ്. ജനാസ നിലത്ത് വെക്കപ്പെടുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? അതല്ല, പിന്നെ ഇരിക്കാൻ പാടില്ല എന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ജനാസയായിട്ട് പോയി, ഖബർ ഒരുങ്ങിയായില്ല. അപ്പോൾ എന്ത് ചെയ്ത്? ജനാസ അവിടെ വെച്ച് ഖബർ ഒരുക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു, ഞങ്ങളും ഇരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ജനാസ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇരിക്കാം. ഖബറിൽ വെക്കപ്പെടുന്നത് വരെ എന്നുള്ളത് മറ്റു ചില ഹദീസുകൾ ആ ആശയത്തെ ബലപ്പെടുത്തുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊരു മയ്യത്തായിട്ട് പോയി, അങ്ങനെ ഖബർ ആയില്ല. അപ്പോൾ ജനാസ അവിടെ നിലത്ത് വെച്ച് ഞങ്ങളിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ഇരുന്നു എന്ന് ഹദീസുണ്ട്. ഈ ജനാസ കണ്ടാൽ ഇരിക്കൽ ഇത് ഒരു വിഷയമാണ്. ഇത് ജനാസ വെക്കപ്പെടുന്നത് വരെ അതിനെ അനുഗമിക്കുന്നവരെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അബൂ സഈദ് അൽ ഖുദ്രീൻ്റെ വീക്ഷണം ഇതന്നെയാണ്. അതുകൊണ്ട് തന്നെ മർവാൻ ഇബ്നുൽ ഹക്കമാൻ തോന്നുന്നു, പിന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ അന്ന് ഗവർണറാണ് മർവാൻ, ഇരുന്ന് അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു എഴുന്നേൽപ്പിച്ച്, ഇരിക്കാൻ പാടില്ല, ജനാസൻ്റെ കൂടെ പോകുമ്പോൾ ഇരിക്കാൻ പാടില്ല എന്നിട്ട് എഴുന്നേൽപ്പിച്ചു. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എതിർത്തില്ല. ആരെതിർത്തില്ല? മർവാനെ എതിർത്തില്ല. കാരണം പിന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, അതൊരു നിഷിദ്ധം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിലക്കായിരിക്കാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ വിഷയത്തെ വീക്ഷിച്ചത്. ഇവിടെ ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ വിധി എന്താണ്? ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹനഫികളും ഷാഫികളും മാലിക്കികളും ഹംബലികളും ഒക്കെ ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് എന്ന് പറയാൻ പാടില്ല എന്നാണ്, പ്രതിഫലാർഹമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. വലൈക്കും സലാം. എന്തുകൊണ്ട് ഈ വിധി മൻസൂഖാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വിധി ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന കൽപ്പന മൻസൂഖാണ്. ആ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ കൽപ്പിച്ചിരുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയും ഞങ്ങളോട് ഇരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുണ്ട്. ഹദീസ് സഹീഹാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ട. ഇമാം അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാസ കണ്ടാൽ ഇരിക്കാൻ കൽപ്പിച്ചിരുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു, ഞങ്ങളോട് ഇരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന ഹദീസുണ്ട്. അപ്പോൾ പിന്നീട് വന്ന ആ ഹദീസ് ഈ ഹദീസിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി. അതുകൊണ്ട് ഈ ഖൂമു എന്നുള്ള കൽപ്പന മൻസൂഖാണ് എന്നാണ് ആര് പറഞ്ഞത്? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ആ കൽപ്പന വിധി ദുർബലപ്പെടുത്തപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണമാണ്. ഷാഫി മദ്ഹബിനെതിരിലുള്ള വീക്ഷണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഇസ്തിഹ്ബാബിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അത് സുന്നത്താണ്, പ്രതിഫലാർഹമാണ് എന്നതിനെ അറിയിക്കുന്നു എന്നാണ് ഇമാം നവവിൻ്റെയൊക്കെ പക്ഷം. റസൂലുള്ള പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഹദീസ് വന്നില്ലേ? പള്ളിയിൽ നിസ്കരിച്ച് പള്ളിയിൻ്റെ പുറത്താണ് ജനാസ നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് പൊതു കാഴ്ചപ്പാട്. കാരണം പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജനാസയിൽ നിന്ന് വല്ല വൃത്തികേടുകളും പള്ളിയിൽ പതിച്ചാലോ എന്നുള്ളത് കാരണത്താൽ പള്ളിയിലേക്ക് ജനാസ കയറ്റാൻ പാടില്ല എന്നുള്ളൊരു രീതിയായിരുന്നു പൊതുവിൽ മനസ്സിലാക്കിയിരുന്നത്. അത് സഹാബികൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞാണ് നമ്മൾ പഠിച്ചാണല്ലോ, എന്താ പറഞ്ഞത്? സംഭവ സ്ഥലത്ത് നിന്ന് ചില തലകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മുഅ്മിനീൻ സത്യം ചെയ്ത് പറയണില്ലേ, ഇബ്നൈ ബൈദാഇന് പിന്നെ റസൂലുള്ള പള്ളിയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഇബ്നൈ ബൈദ എന്ന് പറഞ്ഞാൽ സഹൽ സുഹൈൽ കുട്ടികൾ. പിന്നെ സഹൽ സുഹൈൽ ഈ കുട്ടികൾക്ക് വേണ്ടി റസൂലുള്ള പള്ളിയിലാണ് ജനാസ നിസ്കരിച്ചതെന്ന് ഉമ്മുൽ മുഅ്മിനീൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അത് അതിൻ്റെ ഇതാണ്. പള്ളിയിൽ നിസ്കരിക്കുക, പുറത്ത് നിസ്കരിക്കുകയാണെങ്കിലും ആകെ മുഷ്കിൽ. പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ പുറത്ത് നിസ്കരിക്കുക, പള്ളിയിലാണ് നിസ്കരിക്കണമെങ്കിൽ അത് അനുവദനീയാണ്. ഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു ഫമൻ തബിഅ ഫലാ യജ്ലിസ് ഹത്താ തുദഅ. അപ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇതിൻ്റെ ഹുക്മും മൻസൂഖാണ് എന്നുള്ള നിലപാടുകാരാണ്. ആര്യാരുടെ ആ ഹദീസ് മുഖവിലൊക്കെ എടുത്തു. തയ്യിബ്, ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. അടുത്ത ഹദീസ് അൻ അബി ഇസ്ഹാഖ് അൻ അബ്ദുല്ലാഹ് ഇബ്നു യസീദ് أدخل الميت من قبل رجلي القبر وقال هذا من السنة رواه أبو داود الذي ثلاثة أخرجه أبو داود. عن أبي إسحاق السبيعي റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം താബിഈയാണ്. അന്ന അബ്ദുല്ലാഹ് ഇബ്നു യസീദ് അൽ ഖത്മി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സഹാബിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു യസീദ് സഹാബിയാണ്. അൽ ഖത്മി അൽ അൻസാരി ബൈഅത്ത് റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു യസീദ്. അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത സഹാബി എന്ന് പറയുമ്പോൾ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ, ആ വിഭാഗത്തിൽ അദ്ദേഹം പെടും. പിന്നെ നമ്മൾ തന്നെയാണ് സഹാബികളുടെ തബക്കകൾ പഠിച്ചില്ലേ, നമ്മൾ 10 തബക്കകൾ പഠിച്ചില്ലേ? ആ തബക്കകൾ പഠിക്കുന്നത് ഇങ്ങനത്തെ മഹത്തുക്കൾ ഏത് ഗണത്തിൽ പെടും, ദറജയിൽ പെടും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഏതായാലും അൻ അബി ഇസ്ഹാഖ് അന്ന അബ്ദുല്ലാഹ് ഇബ്നു യസീദ് അൽ ഖത്മി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ഖലൽ മയ്യിത്ത്, അദ്ദേഹം മയ്യത്തിനെ പ്രവേശിപ്പിച്ചു മിൻ ഖിബലി റിജ്ലൈ അൽ ഖബർ, ഖബറിൻ്റെ ഇരു കാലുകളുടെ ഭാഗത്തിലൂടെ. അങ്ങനെയാണ് അതിന് നേരിട്ട് അർത്ഥട്ടാ. റിജ്ലൈ അൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ 2 കാലുകൾ. മിൻ ഖിബലി റിജ്ലൈ അൽ ഖബർ, ഖബറിൻ്റെ ഇരു കാലുകളുടെ മാർഗേണ അതിലൂടെ മയ്യത്തിനെ പ്രവേശിപ്പിച്ചു എന്നാണ്. ഇവിടെ ഈ റിജ്ലൈൽ ഖബർ, ചിലയിടത്ത് റിജ്ലുൽ ഖബർ എന്ന് കാണാം. എന്താ പറഞ്ഞ അർത്ഥം? ഖബറിൽ മയ്യത്തിൻ്റെ കാല് വെക്കണ സ്ഥലം ഉണ്ടാവും, തല വെക്കണ സ്ഥലം ഉണ്ടാവും. തല വെക്കണ സ്ഥലത്തിന് റഅസുൽ ഖബർ എന്ന് പറയും, റഅസുൽ ഖബർ. കാല് വെക്കണ സ്ഥലത്തിനോ റിജ്ലുൽ ഖബർ എന്ന് പറയും. മനസ്സിലേ? പിന്നെ ഹാല് ഉദ്ദേശിച്ചിട്ട് മഹല്ല് പറയാന്നാണ്. അങ്ങനെയുണ്ട് ബലാഗയിൽ. മഹല്ല് ഉദ്ദേശിച്ചിട്ട് ഹാല് പറയാം, ഹാല് ഉദ്ദേശിച്ചിട്ട് മഹല്ല് പറയാം. ആ ഒരു സാഹിത്യ പ്രയോഗമാണത്. ഏതായാലും ഇനി അങ്ങനെ അർത്ഥം പറയാ, ഖബറിൽ കാല് വെക്കുന്ന സ്ഥലം, അതിലൂടെ മയ്യത്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചു. ആര്? അബ്ദുല്ലാഹ് ഇബ്നു യസീദ്. വഖാൽ, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ മിനസ് സുന്ന, ഇത് സുന്നത്തിൽപ്പെട്ടതാണ്. എങ്ങനെയായിരിക്കും ആരപ്പോൾ ഖബറിൽ പ്രവേശിപ്പിക്കുക? മയ്യത്ത് എങ്ങനെ പ്രവേശിപ്പിക്കണീനാണ് ഈ പറയാ? മയ്യത്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയാണത്. ഖബറിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ്.
ആ അതായത് മയ്യത്ത് കൊണ്ടുവന്നിട്ട് എവിടെ വെക്കുക? ഖബറുണ്ടല്ലോ, ഖബറിൻ്റെ കാല്, മയ്യത്തിൻ്റെ കാല് വെക്കണ സ്ഥലം ഉണ്ടാകും. നമ്മൾ കിടത്തുമ്പോൾ തല വെക്കണ ഭാഗം ഉണ്ടാവും അല്ലേ? മയ്യത്തിന് തല വെക്കേണ്ടത് ഖബറിൻ്റെ കാല് വെക്കണ ഭാഗത്താണ്, പുറത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം? തലയാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഖബറുണ്ടല്ലോ, ഖബറിൽ മയ്യത്തിൻ്റെ തല ഇവിടെ ആയിരിക്കും. നമ്മൾ ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് ഇവിടെ ആയിരിക്കും. മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗത്താണ് എന്ത് വെക്കേണ്ടത്? തല വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ മയ്യത്തിൻ്റെ തല കാലിൻ്റെ ഭാഗത്തിലൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് വെക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അന്ന അബ്ദുല്ലാഹി ഇബ്നു യസീദ് അദ്ഖലൽ മയ്യിത മിൻ ഖിബലി റിജ്ലൈൽ ഖബർ, ഖബറിൽ കാല് വെക്കുന്ന ആ ഭാഗത്തിലൂടെ മയ്യത്തിനെ എന്ത് ചെയ്തു? പ്രവേശിപ്പിച്ചു അദ്ദേഹം. വഖാല, എന്നിട്ട് പറഞ്ഞു ഹാദാ മിന സുന്ന, ഇത് സുന്നത്തിൽ പെട്ടതാണ്, ഇത് സുന്നത്തിൽ പെട്ടതാണ്. റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യണം. അഖ്റജഹു അബൂദാവൂദ്. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഹദീസ് അല്ലേ? وعن عبد الله بن عمر رضي الله تعالى عنهما قال رسول الله صلى الله عليه وسلم إذا وضعتم موتاكم في القبور فقولوا بسم الله وعلى ملة رسول الله. فقولوا بسم الله وعلى ملة رسول الله. ഇതിൻ്റെ ഇഖ്റാജിൽ കുറേ അല്ലേ? അഖ്റജഹു അഹ്മദ് വ അബൂ ദാവൂദ് വ നസായി وصححه ابن حبان بالوقف وأعله الدارقطني بالوقف. طيب അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വദഅതും മൗതാക്കും, ഇദാ വദഅതും നിങ്ങൾ വെച്ചാൽ, മൗതാക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ, നിങ്ങളിൽ നിന്നുള്ള മയ്യത്തുകളെ നിങ്ങൾ വെച്ചാൽ, എവിടെ വെച്ചാൽ? ഫിൽ ഖുബൂർ, ഖബറിൽ വെച്ചാൽ, ഫഖൂലു നിങ്ങൾ പറയുക, അപ്പോൾ നിങ്ങൾ പറയുക ബിസ്മില്ലാ വഅല മില്ലത്തി റസൂലില്ല. എന്താ ബിസ്മില്ല? ബിസ്മില്ല, ഞങ്ങൾ ഈ മയ്യത്തിനെ ഖബറിൽ വെക്കുന്നു ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ആ നാമത്തിൻ്റെ സഹായത്താൽ. വഅല മില്ലത്തി റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്തിലായിട്ട് ഞങ്ങൾ ഈ മയ്യത്തിനെ ഖബറിലേക്ക് ഏൽപ്പിക്കുന്നു. മില്ലത്ത് റസൂൽ, എന്താ റസൂലുള്ളാഹിൻ്റെ മില്ലത്ത്? എന്താ മില്ലത്ത്? മില്ലത്ത് പറഞ്ഞത് ദീന്, ശരിയാത്ത്. ദീന്, ശരിയാത്ത്. ദീൻ തന്നെയാണ് ഇത് മില്ലത്ത്. പക്ഷെ മില്ലത്തും ദീനും പറയുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. മില്ലത്തിൻ്റെ റസൂലിലേക്കാണ്, അതേപോലെ തന്നെ പടപ്പുകളിലേക്കാണ് ചേർക്കുക. മില്ലത്ത് റസൂലില്ല, മില്ലത്തു അബീന ഇബ്രാഹിം, അങ്ങനെ പറയാം. ദീനുള്ള, അള്ളാഹിൻ്റെ ദീന് അല്ലേ, അങ്ങനെ പറയാം. ദീന് അള്ളാഹുവിലേക്കാണ് സാധാരണ ചേർക്കുക. മില്ലത്തുള്ള എന്ന് പറയില്ല. മില്ലത്തു റസൂലില്ല, മില്ലത്തു ഇബ്രാഹിം, ഇങ്ങനെ പറയാം. പക്ഷേ മില്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീൻ തന്നെയാണ്. ചില റിപ്പോർട്ടുകളിൽ വാല സുന്നത്തി റസൂലില്ല എന്നുണ്ട്, വാല സുന്നത്തി റസൂലില്ല. ചില റിപ്പോർട്ടുകളിൽ ബിസ്മില്ല വബില്ല വാല മില്ലത്തി റസൂലില്ല, അങ്ങനെയുണ്ട്. തയ്ഫ്. അപ്പോൾ ഈ ഹദീസ് മയ്യത്തിനെ ഖബറിൽ വെക്കുകയായാൽ ബിസ്മില്ല വാല മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഖബറിലേക്ക് മയ്യത്ത് വെക്കേണ്ടത്. അത് പഠിപ്പിക്കാനാണ് ഈ ഹദീസിനെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടെ കൊണ്ടുവന്നത്. ഈ ഹദീസ് അഖ്റജു അഹ്മദ് വ അബൂദാവൂദ് വ നസായി, ഇമാം അബൂദാവൂദ്, നസായി, അഹ്മദ് എന്നിവർ നിവേദനം ചെയ്തു. വസഹഹു ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹ് എന്ന് പറഞ്ഞു. അഅല്ല അദ്ദാറഖുത്നി വഖഫഹു, അല്ലെങ്കിൽ അഅല്ലഹു ദാറഖുത്നി ബിൽ വഖഫ്. ഈ ഹദീസ് മൗഖൂഫാണ് എന്ന ഒരു ഇല്ലത്ത് ദാറഖുത്നി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് മൗഖൂഫാണ് എന്ന ഒരു ഇല്ലത്ത് അത് ദാറഖുത്നി പറഞ്ഞിട്ടുണ്ട്. മൗഖൂഫാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ വാക്കാണ് എന്ന അർത്ഥത്തിൽ. പക്ഷേ
പിന്നെ 4ഓളം തരീഖിലൂടെ ഈ ഹദീസ് മർഫൂ ആയിട്ട് തന്നെ സഹിയായി വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് സഹിയാണ്, മർഫൂ ആയിട്ടും സഹിയാണ്, മൗഖൂഫായിട്ടും സഹിയാണ്. മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോൾ ബിസ്മില്ലാ വാല മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഖബറിൽ വെക്കേണ്ടത്. ഖലാസ്. ഇനി അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത് ഹദീസിന്റെ തുടക്കം എങ്ങനെ? ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അങ്ങനെയാണ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കസ്റു അദ്മിൽ മയ്യിതി കകസ്രിഹി ഹയ്യൻ. അല്ലേ? കസ്റു അദ്മുൽ മയ്യിതി കകസ്രിഹി ഹയ്യൻ. ഇതിൻ്റെ തഖ്രീജിൽ എങ്ങനെയാണ്? റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ അലാ ശർത്തി മുസ്ലിം, ബിഇസ്നാദിൻ അലാ ശർത്തി മുസ്ലിം. വസാദ ഇബ്നു മാജ അൻ മിൻ ഹദീസ് ഉമ്മി സലമത റളിയല്ലാഹു തആല അൻഹ ഫിൽ ഇസ്ം. തയ്യബ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കസ്റു അദ്മിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കൽ, ഒടിക്കൽ. കസ്റു അദ്മിൽ മയ്യിത്തി, മയ്യത്തിൻ്റെ അദ്മ് എന്ന എല്ല് അത് പൊട്ടിക്കൽ. കകസ്രിഹി ഹയ്യൻ, എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ പൊട്ടിക്കുന്നത് പോലെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ പൊട്ടിക്കാൻ അനുവാദം ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് മരിച്ചാലും പൊട്ടിക്കാൻ അനുവാദമല്ല. കസ്റു അദ്മിൽ മയ്യിത്തി കകസ്രി ഹയ്യൻ. റവാഹു അബൂ ദാവൂദ്. അബൂദാവൂദാണ് റിപ്പോർട്ട് ചെയ്തത്. ഹദീസ് അല ഷർത്തി മുസ്ലിം, മുസ്ലിമിൻ്റെ ഷർത്ത് അനുസരിച്ചുള്ള ഹദീസാണ്. ബിസ്നാദിൻ അല ഷർത്തി മുസ്ലിം, മുസ്ലിമിൻ്റെ ഷർത്ത് അനുസരിച്ചുള്ള സനദോട് കൂടിയാണ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിനെ ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വസാദ ഇബ്നു മാജ, ഇബ്നു മാജ ഏറെ ഒരു പ്രയോഗം ഹദീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിൻ ഹദീസ് ഉമ്മി സലമത, ഉമ്മു സലമയിൽ നിന്നുള്ള ഹദീസിലാണ്. അതിൽ ഫിൽ ഇസ്മി എന്നാണ്. അതായത് കസ്റു അദ്മിൽ മയ്യിത്തി കകസ്രിഹി ഹയ്യൻ ഫിൽ ഇസ്ം. കുറ്റം ഉണ്ടല്ലോ, പാപത്തിൻ്റെ വിഷയത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ എല്ല് പൊട്ടിക്കുന്നത് പോലെയാണ് മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കലും. അതാണ് ഉമ്മു സലമൻ്റെ ഹദീസിലുള്ളത്. അത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. ആദ്യത്തേത് അബൂദാവൂദിൻ്റെ റിവായത്താണ്. അബൂദാവൂദിൻ്റെ റിവായത്ത് ഇമാം മുസ്ലിമിൻ്റെ സനദ് അനുസരിച്ച് ഉള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഹദീസ് സഹീഹാണെന്ന് അർത്ഥം. എന്തിനാ ഇബ്നു ഹജർ റഹിമഹുല്ലാഹി ഹദീസ് കൊണ്ടുവന്ന്? എന്തിനാ കൊണ്ടുവന്ന് പറഞ്ഞാണി? മയ്യത്തിൻ്റെ അവയവങ്ങൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഖബർക്ക് വലിച്ചിടാൻ പാടില്ല, അതൊന്ന്. പിന്നെ ഖബറിൽ കൊള്ളണില്ല എന്ന് വിചാരിച്ചിട്ട് ഒടിച്ചിടാൻ പാടില്ല. മയ്യത്തിനെ ചിലപ്പം ഖബർ കുത്തിയ ചെറുതായി പോവും. മയ്യത്ത് വലുതാണെങ്കിൽ ഏതായാലും മരിച്ചതല്ലേ, ഒടിച്ചു മുറിച്ച് വെക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് മയ്യത്തിനെ ആദരിക്കണം. ജീവിച്ചിരിക്കുന്ന വ്യക്തിൻ്റെ ശരീരം പൊട്ടിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ മരിച്ച മയ്യത്തിൻ്റെയും ശരീരം പൊട്ടിക്കാൻ പാടില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസാണ് കുറേ കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഹദീസ്. അതായത് ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത്, അതിൽ പിന്നെ ഇത് ഇങ്ങനെ പറയാം പോസ്റ്റ്മോർട്ടം, അതേപോലെ തന്നെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ കുറേ മസാലകളിൽ ഈ ഹദീസ് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഹദീസാണ്. ഏതായാലും പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ല് പൊട്ടിക്കാൻ പാടില്ല, പക്ഷെ നിർബന്ധ സാഹചര്യങ്ങൾ അതിന് അനുവദനീയമാക്കും. അതേപോലെ തന്നെയാണ് മരിച്ചാലുള്ള വിഷയങ്ങൾ അതിൽ കുറേ മസാലകൾ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ട് ആധുനികമായിട്ട് കുറേ മസാലകൾ പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മറ്റും ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഹദീസിനെ പഠന വിധേയമാക്കിയിട്ട് രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. കുറേ കരാറുകൾ, തീരുമാനങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഏതായാലും കസ്റു അദ്മിൽ മയ്യിത്തി കകസ്രി ഹയ്യൻ, അത് പിന്നെ മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ
ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നത് പോലെയാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണെന്ന് അർത്ഥം. മയ്യത്തിനോട് വളരെ ആദരപൂർവ്വമാണ് വർത്തിക്കേണ്ടത്. ഇതാണ് ഏതാനും ഹദീസുകൾ. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചുകൂടി ഹദീസുകൾ നമുക്ക് ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.